എന്താണാവോ പുതിയ കണ്ടുപിടുത്തം? എന്താണെന്ന് ഞാൻ പറഞ്ഞാലേ. അപ്പോൾ പിന്നെ കഴിഞ്ഞ ആഴ്ച രാജ്ഭവനിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ച് ചോദിച്ചു. മനസ്സിലായില്ല. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം രാജ്ഭവനിൽ നിന്ന് ഒരു പ്രോഗ്രാം പ്രോട്ടോകോൾ നോട്ടീസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ലൈറ്റിനിങ് ഓഫ് ലാം ആൻഡ് സ്കൗട്ട് ഗൈഡ് പ്രയർ, വെൽക്കം സ്പീച്ച്, പ്രസിഡൻഷ്യൽ അഡ്രസ്, പ്രസിഡൻഷ്യൽ അവാർഡ്, അത് കഴിഞ്ഞിട്ട് 12 മണിക്ക് ചടങ്ങ് അവസാനിക്കും. ഞാനൊരു വലിയ സംഭവം അല്ലേ. അപ്പോ എനിക്കിന്ന് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു അല്ല. അപ്പോ എനിക്കിന്ന് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരബദ്ധം ആർക്കും പറ്റും. ഞാൻ കണ്ടത് ഭാരതാംബ എന്ന് അവര് പറയുന്ന ഒരു ചിത്രം, ഒരു എന്റെ പൊന്നേട്ടാ, ഞാൻ അപ്പോഴേ പറഞ്ഞ വേണ്ട വേണ്ടെന്ന്. പിന്നെ സഹോദരിയുടെ സഹോദരി ഇങ്ങനെ പടത്തിൽ നിൽക്കുന്നു, ഒരു കാവിക്കൊടിയും ഉണ്ട്. ലോകത്തിലേക്ക് ഏറ്റവും വലിയ അലവലാതിക്കുള്ള ഒളിമ്പിക് സ്വർണം നിനക്ക് കിട്ടുമെന്നായിരുന്നു എന്റെ പ്രതീക്ഷ. പക്ഷെ ഇപ്പൊ മനസ്സിലായി, നിനക്ക് വെള്ളി കിട്ടും. RSSന്റെ ഒരു ചിഹ്നമാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. സാധിക്കുന്നുണ്ടോ തുടരെ ഇങ്ങനെ മണ്ടത്തരം പറഞ്ഞുകൂടാ. ഇതിന്റെ മുന്നിൽ ബഹുമാനപ്പെട്ട ഗവർണറിൽ നിന്ന് പൂവിടുകയും വിളക്ക് കത്തിക്കുകയും ചെയ്യുന്ന രംഗമാണ് ഞാൻ കാണുന്നത്. നടക്കില്ല. അതിന്റെ പേരിൽ ചത്തൊടുങ്ങേണ്ടി വന്നാലും നടത്തിക്കില്ല സെൽവം. ഇപ്പോ ഗവർണറുടെ രാഷ്ട്രസങ്കല്പത്തിന് വ്യത്യാസമായിട്ടുള്ള രാഷ്ട്രസങ്കല്പമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇവനേതാ? എന്റെ സുഹൃത്താണ്. ഇവനെ ആദ്യം പിടിച്ച് പുറത്താക്കെ. ഇവനെ കണ്ടപ്പോഴേ എനിക്ക് അലർജി അറിയാതെ. ഞാൻ അത് കഴിഞ്ഞ ശേഷം ഞാൻ വാക്കൌട്ട് നടത്തുന്നു എന്ന് പറഞ്ഞ് പ്രതിഷേധിച്ച് പുറത്തു പോകുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി പുറത്തു പോകുന്നു. കാരണം നിങ്ങൾക്കൊരു സത്യം അറിയോ, ഞാൻ ഒരു വലിയ സംഭവം. കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.